അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ വന്ന അതിഥികൾക്ക് ഭക്ഷണം ഒരുക്കാനുള്ള ധൃതിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്. പെട്ടെന്ന് ഭക്ഷണം ഒരുക്കി. ഫറാഗ ഇലാ അഹ്ലിഹി, ഭാര്യയോട് പോയിട്ട് പറഞ്ഞു, 2 ആൾക്കാർ വന്നിട്ടുണ്ട്, പെട്ടെന്ന് ഒരുക്കണം. ഒരുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ വീട്ടിൽ വേണം. നമ്മൾ ഇന്ന് കടയിലല്ലേ കുഴിമന്തിയും മറ്റേ മന്തിയും ആയത്തുള്ളോ കണ്ടത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വീടിന്റെ ബാക്ക് വശത്ത് ആ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ അടുപ്പ്, വലിയൽക്ക് കൊടുക്കണമെങ്കിൽ വലിയ അടുപ്പ് വേണമല്ലോ. ചെറിയ അടുപ്പിൽ വലിയ സാധനം ഉണ്ടാക്കാൻ കഴിയുമോ? നല്ല 1-ാം നമ്പർ ഒരു കാളക്കുട്ടിയെ അങ്ങോട്ട് പിടിച്ചു. ഒരു നല്ല നമ്മളെ നാട്ടിലൊക്കെ പറഞ്ഞ മൂരിക്കുട്ടെന്നൊക്കെ പറയില്ലേ, പിടിച്ച് അതിനെ അറുത്ത് റെഡിയാക്കി. അതിൻ്റെ ഒരു പീസല്ല, ഒന്നാകെ എന്നറി കൊടുക്കുമ്പോലെ കോഴി എത്ര കാലം കോഴിക്കുള്ളത്? തപ്പിയൊക്കെ കോഴിക്കാകെ 2 ഉള്ളൂ. ഇനി എന്താ കണ്ട് ഇതൊക്കെ കൂടി കൊടുക്കുക. ഒരാൾ വന്നാൽ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നിടത്ത് മുഴുവനായിട്ടും വെക്കണം എന്നാണ് അദബ്. വീട്ടിലുണ്ടാക്കിയ മുഴുവനായിട്ടും കഴിക്കൊന്നുമില്ല, കാരണം ഇത്ര പള്ളേക്കൊന്നായിട്ടും ഇങ്ങനെ കൊള്ളലേ ഉള്ളൂ. മുഴുവനായിട്ടും അവിടെ വെക്കുമ്പോൾ അതിലൊരു ബർക്കത്ത് വേറുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുഴുവനായിട്ടാണ് കൊടുത്തത്, ഒന്നും അടുക്കളയിൽ വെച്ചിട്ടില്ല. ഭാര്യയോട് പറഞ്ഞു പെട്ടെന്ന് റെഡിയാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വലിയ അടുപ്പിൽ കൊണ്ടുപോയി ഇതിനെ ചുട്ടെടുത്തു. എന്നല്ലേ വില? ചുട്ടീനല്ലേ? ചുട്ടീനാ പൊരിച്ചിനാ വില? ചുട്ടീനല്ലേ? ഷവായക്കല്ലേ വില? പേര് പറഞ്ഞാലേ ആൾക്കാർക്ക് തിരിയുള്ളൂ. ചുട്ടതിനാണ് വില. ചുട്ടെടുത്തു. ഫജാ ബിഇജ്ലിൻ സമീൻ, നല്ല തടിച്ചു കൊഴുത്ത നല്ല ഒരു സാധനം നോക്കിയിട്ട് അറുത്ത് റെഡിയാക്കി ചുട്ട് റെഡിയാക്കിയിട്ട് ഒരു തളികയിൽ ഇങ്ങനെ അതിങ്ങനെ പൊക്കിയെടുത്തിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നേരെ മുന്നിൽ അങ്ങ് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. ഇരിക്കുന്നതിൻ്റെ മുന്നിൽ, ഭക്ഷണം കഴിക്കാൻ സൗകര്യപ്പെടുത്തിയ സ്ഥലത്ത്. അതിൽ നിന്നൊരു പീസ് പോലും അവിടെ എടുത്തു വെച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലായ? മുഴുവനാണ് കൊണ്ടുപോയിച്ചത് അല്ലേ? പഴയ കാലത്ത് വീട്ടിലെ സൽക്കാരത്തിന് പോയത് ഓർമ്മയുണ്ടോ? പഴയ കല്യാണത്തിന് സൽക്കാരത്തിന്, ഇപ്പോഴത്തെ അല്ല പറയണേ, പഴയ കാലത്ത് ആകെ ഒരു കോഴി 25 ഉണ്ടാവുള്ളൂ. പക്ഷെ ആ പുതിയാപ്പിളക്ക് മൊത്തം വിളമ്പിയിട്ട് ബാക്കിയുള്ളതാണ് ആ വീട്ടുകാർ ബാക്കിയുള്ളത് ഓരോ കഷ്ണം കഷ്ണാക്കിയിട്ട് കഴിക്കില്ല. ആർക്കും ഒരു എതിർപ്പോ ഒരു ഇടങ്ങേറോ ബുദ്ധിമുട്ടൊന്നും. എല്ലാവർക്കും നല്ല തൃപ്തിയായിരിക്കും അല്ലേ? ഒരു കോഴിനെ അറുത്തിട്ടുണ്ടാവുള്ളൂ. ആളെത്ര ഉണ്ടാവും? മുഴുവനായിട്ടും വിളമ്പുക സൽക്കാരത്തിന്. അതൊരു ബഹുമാനാണ്. ആ ബഹുമാനത്തിൽ അള്ളാഹു തരുന്ന ബറക്കത്തുണ്ട്, ചെറിയ ബറക്കത്തല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനെ കൊണ്ടുപോയി വെച്ചു. സുബ്ഹാനല്ലാഹ്, അവർ അതിലേക്ക് കയ്യെന്നെ നീട്ടുന്നില്ല. ഇവരെന്താ കഴിക്കാത്തത്? കഴിച്ചോളി എന്നിങ്ങനെ പറഞ്ഞ് ഇടങ്ങേറാക്കി ഇങ്ങനെ ഇട്ടുകൊടുത്ത് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല എന്നാ. ആവശ്യത്തിനനുസരിച്ചിട്ട് കഴിച്ചോളൂ. ഒരാളങ്ങനെ ഇട്ടുകൊടുക്കാൻ നിൽക്കുന്നതിന് വിരോധമൊന്നുമില്ല. നല്ലത് അവിടെ വെച്ചുകൊണ്ട് സൗകര്യങ്ങൾ ഒരുക്കി പോകലാ നല്ലത്. സൗകര്യം പോലെ കഴിച്ചോളൂ. തീരെ കൈ നീട്ടാന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനൊരു പേടി. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു, അലാ തഅ്കുലൂൻ, എന്താ നിങ്ങൾ കഴിക്കാത്തത് എന്താ? അപ്പോഴാണ് അവർ പറഞ്ഞ്, പേടിക്കണ്ട, ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്, ഞങ്ങൾ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ഖൗമിനെ ശിക്ഷിക്കാൻ വേണ്ടി അയക്കപ്പെട്ട മലക്കുകളാണ്. പോകുന്ന വഴിക്കൊരു സുവിശേഷം അറിയിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല കൊടുത്ത സമ്പത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്യുന്ന ചെലവ് നോക്കണം അല്ലേ? പെരുന്നാളിന് വസ്ത്രം വാങ്ങിയാലും ഭക്ഷ്യവസ്തുക്കൾ വാങ്ങിയാലൊക്കെ ചില ആൾക്കാർ അതിനെ കണക്ക് പറയും. കണക്ക് പറയരുത്. മനപ്പൊരുത്തത്തോടെ കുടുംബത്തിന് ചെലവഴിക്കണം. അത് വലിയ സ്വതക്ക, വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. അതാ വീട്ടിലേക്ക് വരുന്ന സൽക്കാരക്കാർ 10-25 കുടുംബാംഗങ്ങളുണ്ട്. പേരക്കുട്ടികളെ നോക്കുമ്പോൾ 2 ചുമക്കുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുന്ന കുട്ടിക്കോളൂ. വലിയ കുടുംബാകുമ്പോൾ അങ്ങനല്ലേ? എല്ലാവർക്കും ഒരു വീട്ടിൽ നല്ല ഭക്ഷണം വെച്ച് വിളമ്പി അത്രയും ബറക്കത്തല്ലേ കുടുംബനാഥൻ അള്ളാഹു കൊടുക്കുന്നത്. ചെറുതൊന്നല്ല. ഇവിടെ നോക്ക് നിങ്ങൾ, ബഹുമാനപ്പെട്ട ഹസ്രത്ത് ഉസ്താദിന്റെ പേരിൽ എത്ര ആളുകൾക്ക് ആ ഭക്ഷണം കൊടുക്കുന്നത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അവരെ ബർക്കത്ത് കൊണ്ട് ഈ ദീനീ സ്ഥാപനത്തിന് അള്ളാഹു വലിയ ഉയർച്ച നൽകുമാറാകട്ടെ.